വണ്ണിന്റെ എക്സാമുകൾ ഏകദേശം എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് പ്ലസ് ടുവിലേക്കുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ പ്ലസ് ടുവിലേക്കുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മൊത്തത്തിൽ 13 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഇതിനകത്ത് കാൽക്കുലസ് ഉണ്ട്, ഓൾജിബ്ര പോർഷൻ ഉണ്ട്. അങ്ങനെ മാത്തമാറ്റിക്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് കിടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ വർഷം വരെ എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് 80 മാർക്സ് ആണ്. അപ്പം ഈ വർഷം മുതൽ അത് 80 എന്നുള്ളത് 60 മാർക്കായി. കൂടാതെ അതിന്റെ കൂടെ തന്നെ പ്രാക്ടിക്കലി 20 മാർക്സ് ആയി. പിന്നെ ഇന്റേണൽ മാർക്ക് 20 മാർക്സ്. അപ്പൊ അതിനകത്ത് 60 മാർക്സിനകത്ത് കാൽക്കുലസ് പോർഷൻ ഒരു 35 മാർക്സോളം കാൽക്കുലസ് പോർഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഓൾജിബ്ര പോർഷൻ എന്ന് പറയുമ്പോൾ സിമ്പിൾ പോർഷൻസ് ആണ്. ഇപ്പൊ കാൽക്കുലസ് പോർഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, സ്റ്റെപ്പിന് മാർക്കുകൾ ഉള്ള ഒരു ചാപ്റ്റേഴ്സ് ആണ് ഈ കാൽക്കുലസ് എന്ന് പറയുന്നത്. അതുപോലല്ല ഓൾജിബ്ര. ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ ആണെങ്കിൽ മാത്രമേ അവർ മാർക്ക് എൻട്രി ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് പഠിക്കുന്നത് കാൽക്കുലസിന്റെ ഒരു കാൽക്കുലസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ചാപ്റ്റർ നമ്പർ 2, പ്ലസ് ടുവിന്റെ ചാപ്റ്റർ നമ്പർ 2 ആയ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. കഴിഞ്ഞ വർഷം വരെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിനകത്ത് വന്നുകൊണ്ടിരുന്നത്. ഈ വർഷം ഇപ്പൊ ഈ പാറ്റേൺ മാറിയതുകൊണ്ട് നമുക്കത് ചിലപ്പോൾ ഒരു 3 മാർക്കായിട്ട് അത് റെഡ്യൂസ് ചെയ്യാനാണ് സാധ്യത. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂ. മൊത്തത്തിൽ 3 സെക്ഷനാണുള്ളത്. 3 സെക്ഷനേ ഉള്ളൂ. ഈ 3 സെക്ഷനെ നമ്മൾ ക്ലാസ് ഡിവൈഡ് ചെയ്ത് 4 സെക്ഷൻ ആക്കും. 4 സെക്ഷനും പിന്നെ ഒരു മിസ്സലേനിയസ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 സെക്ഷനായിട്ട് നമുക്ക് പഠിക്കാവുന്ന എളുപ്പമുള്ള ചാപ്റ്ററാണ്. പിന്നെ അതിനകത്ത് കൂടുതൽ ഇക്വേഷൻസ്, കുറച്ച് ഇക്വേഷൻസ് ഫസ്റ്റ് ഇയറിന്റെ കറക്റ്റ് കണ്ടിന്യൂഷൻ ചാപ്റ്റർ ആണ്. ഇപ്പൊ ഇൻവേഴ്സ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇതിനകത്ത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റി നമ്മൾ +1 നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. നമ്മൾ ആ ഒരു സാധനത്തിന്റെ ഇൻവേഴ്സ് ഓപ്പോസിറ്റ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ എല്ലാം ഓപ്പോസിറ്റ് വരിക, അത്രേ ഉള്ളൂ. അതാണ് ഇൻവേഴ്സ്. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്ന അറിയണം. ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. പിന്നെ കോംപ്ലക്സ് സർക്കാരിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് പഠിച്ചിട്ടുള്ളതാണ് ഇസഡ് ഇൻവേഴ്സ്. അതുപോലെയാണ് ഇൻവേഴ്സ്. ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനകത്ത് ഇൻവേഴ്സിനെ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് സൈനിന്റെ പവർ -1. ഇതാണ് ഇമ്പോർട്ടന്റ്. സൈനിന്റെ പവറിൽ -1. ആ -1 കറക്റ്റ് ആയിട്ട് അവിടെ കാണിക്കണം. ഇപ്പൊ ചിലവര് സൈൻ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് സൈൻ x എന്നേ വായിക്കത്തുള്ളൂ. ഇപ്പൊ എഴുതുമ്പോൾ സൈൻ ഇൻവേഴ്സ് കേട്ടല്ലോ. ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നത് നല്ലതാണ്. നമ്മളെപ്പോഴും ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ആംഗിൾ ആണെന്ന് പറഞ്ഞത്. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പറഞ്ഞാൽ അതിന്റെ ആംഗിൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സൈൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ട്രിഗണോമെട്രി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അതിലൊരു ആംഗിൾ വേണം. x ആവാം, t ആവാം, u ആവാം, v ആവാം, അത് ഏത് ലെറ്റർ. അതുപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ ആംഗിൾ മാത്രം കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പം there are 6 inverse trigonometric functions. They are sin inverse x, cos inverse x, tan inverse x, cosec inverse x, sec inverse x, cot inverse x. ഇത് ഇത്രയാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് പഠിക്കുന്ന പോർഷൻ പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അതിനു മുമ്പ് നമ്മൾ +1 ഇതിന്റെ ഡൊമൈനും റേഞ്ചും പഠിച്ചു കഴിഞ്ഞതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു എക്സ്പ്ലനേഷൻ മാത്രമേ തരുള്ളൂ. കാരണം ഇത് നമ്മൾ +1 പഠിച്ചു കഴിഞ്ഞതാണ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞ് സൈനിന്റെ റേഞ്ച്, കോസിന്റെ റേഞ്ച് ഒക്കെ പഠിച്ചതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുമായിട്ട് കറക്റ്റ് അതേ റിലേറ്റഡ് പോർഷൻ ആണ്. അപ്പം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ. 2 ഇന്റർവെലുകളാണ് നമുക്കുള്ളത്, ക്ലോസ്ഡും ഉണ്ട് ഓപ്പണും ഉണ്ട്. അതിനകത്ത് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. അതിന്റെ റേഞ്ച് -π/2 to π/2. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓർ ക്ലോസ്ഡ് ഇന്റർവൽ -90 to 90. ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ഉൾപ്പെടും, അതുകൂടി വരും, ഇൻക്ലൂഡഡ് ആണ്, ബിറ്റ്വീൻ ആണ്. കോസ് ഇൻവേഴ്സ് അതിന്റെ ഡൊമൈൻ പഠിക്കണം. -1 to 1, 0 to π, 0 മുതൽ 180 വരെ. അതാണ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ -90യുടെയും +90യുടെയും ഇടയ്ക്ക് സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ വരാറുണ്ട്. കോസ് ഇൻവേഴ്സിന്റെ വാല്യൂ 0യുടെയും 180യുടെയും ഇടയ്ക്ക്. ഇനി ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ അത് R എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ദാറ്റ് ഈസ് ബ്രാക്കറ്റ് മാറി, ദാറ്റ് ഈസ് ഓപ്പൺ എന്ന് പറയുമ്പോൾ -π/2 to π/2 അല്ല, -π/2 ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കേ വരാം. ഇത് രണ്ടും വരും. ഈ 2 വാല്യൂസും ഇവിടെ വരുന്നത് ടാൻ ഇൻവേഴ്സിന് വരുന്നത്.
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് 1, 2, 3 ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ബാക്കിയുള്ള പോർഷൻ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എക്സാമിന് നമുക്ക് 1 മാർക്ക് വരും. 1 മാർക്ക് വരുന്ന ചിലപ്പോൾ ഇതായിരിക്കും സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എന്ത് എന്നായിരിക്കും വരും. ഇത് 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂ. എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റൻ പ്രിൻസിപ്പൽ വാല്യൂ ഉള്ളതാണ്. അത് കുറച്ച് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതിന്റെ മെയിൻ ആയിട്ട് അറിയുന്നതാണ് സൈൻ, കോസ്, ടാൻ. ഇതിന്റെ ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും ഇത് മാത്രം നമ്മൾ പഠിക്കും. ഇത് മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഈ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഈ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഇതുകൂടെ നോക്കിക്കോ. ചില വർഷങ്ങളിൽ എൻട്രൻസിന് കോസീക് ഇൻവേഴ്സിന്റെ ഡൊമൈനും റേഞ്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓപ്ഷനകത്ത് ഇതെല്ലാം കാണും. ഓപ്ഷനകത്ത് ഇതിനകത്ത് ഏതെങ്കിലും 4 ഓപ്ഷൻ കാണും. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അങ്ങ് ഐഡന്റിഫൈ ചെയ്യണം. കൊസീക് ഇൻവേഴ്സ് എക്സ്, സീക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, അതിന്റെ എല്ലാം ഡൊമൈൻ ആണിത്. ഇതാണ് അതിന്റെ റേഞ്ച്. ഇത് ഇത്രയാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന സാധനം. ഇത് ജസ്റ്റ് ഒന്ന് സൈൻ, കോസ്, ടാൻ ഇത് മൂന്നെണ്ണത്തിന്റെയും നല്ലതുപോലെ അറിഞ്ഞാൽ മതി. ബാക്കിയുള്ളത് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റുകാരൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ CBSE നമ്മൾ ഇതും കൂടെ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചോളൂ. അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ റേഞ്ചും ഡൊമൈനും. അപ്പൊ ഒന്നുകൂടെ പറയാം. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് -π/2 to π/2. കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് 0 to π എന്ന് പറഞ്ഞാൽ -92 ആണ് ഇവിടെ. ഇവിടെ 0 to 180, 0 മുതൽ 180 വരെ. പക്ഷെ ടാൻ ഇൻവേഴ്സ് ഒരു ചേഞ്ച് ഉണ്ട്. -90 +90 വരരുത്. അതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് -89, -86 അങ്ങനെയൊക്കെ ഓരോ ഇപ്പുറത്തോട്ട് 89, ഇപ്പൊ 91 വരാൻ പറ്റത്തില്ല. ടാൻ ഇൻവേഴ്സിന് വരാൻ പറ്റത്തില്ല. അതോടെ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും ഈ 3 സൈൻ, കോസ്, ടാൻ ഇതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ 3 എണ്ണം കൂടെ നോക്കിക്കോണം. കാരണം ഇത് ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് കയറി വരും. റേഞ്ച് മാത്രം ചോദിക്കും. റേഞ്ച് മാത്രം ഒരു വർഷം മാത്രം ചോദിച്ചിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് ചോദിച്ചു. ഓപ്ഷൻ ഉണ്ടായിരുന്നു. 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ 4 ഓപ്ഷൻ ഏതാണ്? അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇത് കണ്ടല്ലോ, ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ഇന്റർവെൽ മാറി പോരുത്. ഇത് ക്ലോസ്ഡ്, ഇത് ഓപ്പൺ. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടും. അത് ബിറ്റ്വീൻ അല്ല, 2 ആണ്. ഓപ്പണിനകത്ത് ബിറ്റ്വീൻ ആണ്. ഇത് ഇത്രയും പോർഷൻ ആണ് ആദ്യം നമ്മൾ പഠിക്കുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ റേഞ്ച് ഡൊമൈൻ. ഇനി ഇതിനകത്ത് ഒരു 6 ഇക്വേഷൻ പഠിക്കാൻ. അപ്പൊ നമുക്ക് പാഠം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂ 1 മാർക്ക് ആണ്. മസ്റ്റ് ആണ്. എക്സാമിന് മസ്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. ഇത് ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ച് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തേക്കും. ഇൻഡയറക്റ്റ് ഒരു 1-2 പ്രോബ്ലം മാത്രം, അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സൈൻ ഇൻവേഴ്സ് -x, that is angle -x. കൊസീക് ഇൻവേഴ്സ് -x, angle -x. ഈ സൈൻ ഇൻവേഴ്സ് -x, കൊസീക് ഇൻവേഴ്സ് -x, ടാൻ ഇൻവേഴ്സ് -x ഈ മൂന്നെണ്ണത്തിന്റെ പ്രത്യേകത ആംഗിൾ നെഗറ്റീവ്. ആംഗിൾ എവിടെ നെഗറ്റീവ് വരുന്നോ ആൻസർ ആംഗിൾ നെഗറ്റീവ്, then answer is negative. ആൻസർ ഉറപ്പായിട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആംഗിൾ ചെക്ക് ചെയ്യുക. അപ്പൊ സൈൻ ഇൻവേഴ്സ് -x മൈനസ് സൈൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ ആംഗിളിന്റെ സ്ഥാനത്തെ ആ മൈനസ് ഇനി പുറത്തോട്ട് വന്നു. കൊസീക് ഇൻവേഴ്സ് -x മൈനസ് കൊസീക് ഇൻവേഴ്സ് x, ടാൻ ഇൻവേഴ്സ് -x മൈനസ് ടാൻ ഇൻവേഴ്സ് x. ഈ മൂന്നെണ്ണത്തിന്റെയും പ്രത്യേകത, ഈ 3 ഫംഗ്ഷന്റെയും പ്രത്യേകത ഇത്രയുണ്ട്. ആംഗിൾ നെഗറ്റീവ് ആണ്. ആംഗിൾ നെഗറ്റീവ് ആയ ഇൻവേഴ്സ് ഫംഗ്ഷനകത്ത് സൈൻ, കൊസീക്, ടാൻ ഇതിന്റെ മൂന്നെണ്ണത്തിന്റെയും ആംഗിൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് പഠിക്കുന്ന സാധനം. അടുത്ത 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ cos ഇൻവേഴ്സ് -x, sec ഇൻവേഴ്സ് -x, cot ഇൻവേഴ്സ് -x. ആൻസർ π മൈനസ് cos ഇൻവേഴ്സ് x, π മൈനസ് sec ഇൻവേഴ്സ് x, π മൈനസ് cot ഇൻവേഴ്സ് x. ആംഗിൾ നെഗറ്റീവ് വന്നാൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയം ഇങ്ങോട്ട് എനിക്ക് ചോദിക്കാൻ പറ്റും. ക്വസ്റ്റ്യനിൽ ആംഗിൾ പോസിറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? ആംഗിൾ പോസിറ്റീവ് വന്നാൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, എളുപ്പം തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പഠിക്കേണ്ടത് ട്രിഗണോമെട്രിയുടെ 0 to 90 വരെയുള്ള വാല്യൂസ്, സൈൻ, കോസ്, ടാൻ ഈ മൂന്നെണ്ണത്തിന് മാത്രം പഠിച്ചാൽ മതി. സൈന്, കോസ്, ടാൻ ഈ മൂന്നെണ്ണത്തിന്റെ വാല്യൂ മാത്രം പഠിച്ചാൽ മതി. ഇനി നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ പഠിക്കാൻ ഈ ഒരു 3 വാല്യൂ കൂടെ പഠിച്ചു കഴിയുമ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ഇപ്പൊ ഇത് ഇക്വേഷൻസ് ആണ്. ഫസ്റ്റ് ഒന്നുകൂടെ പറയാം.
സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ്, കൊസീക് ഇൻവേഴ്സ് മൈനസ് എക്സ്, ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ്. ഈ മൂന്ന് ഫംഗ്ഷന്റെയും പ്രത്യേകത ആംഗിൾ നെഗറ്റീവ്. ആംഗിൾ നെഗറ്റീവ് വന്നാൽ ആൻസറിൽ നെഗറ്റീവ് വന്നിരിക്കും. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ്, സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ്, ആംഗിൾ എല്ലാം നെഗറ്റീവ്. ആൻസർ മസ്റ്റ് ആയിട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ആംഗിൾ നെഗറ്റീവ് വന്നാൽ ആൻസർ പോസിറ്റീവ് വരും. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ ആൻസർ എഴുതുന്ന മെത്തേഡാണ് ഈ പറഞ്ഞത്. ആംഗിൾ നോക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നെഗറ്റീവ് ആയ ഇക്വേഷൻസ് ഏത് ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എഴുതുക ചെയ്യുക. ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂന്റെ ഫസ്റ്റ് 6 ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ചാലേ നമുക്ക് ഈ പ്രോബ്ലംസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് സെക്കൻഡ് സെക്ഷനകത്ത് വരുന്നുണ്ട്, തേർഡ് സെക്ഷനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച 0 to π/2 വരെയുള്ളതിന്റെ വാല്യൂസ് മാത്രം. അതെല്ലാവർക്കും അറിയാവുന്ന വാല്യൂ. അതെന്തായാലും നമ്മൾ എഴുതിയിടും. എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പൊ അത് നല്ലതുപോലെ നോക്കുക. അടുത്തത് വാല്യൂസ് ആണ്. സൈന്, കോസ്, ടാൻ. π/6, π/4, π/3, π/2. ഇത് പഠിക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ സൈൻ മാത്രം പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കാം. ഓൺലി സൈൻ ഫംഗ്ഷൻ മാത്രം. കോസ് പഠിക്കരുത്, ടാൻ പഠിക്കരുത്, കൊസീക്ക്, സീക്ക്, കോട്ട് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഒറ്റ സാധനം മാത്രം. 0 to ഇവിടെ 1, 1/2, 1/√2, √3/2. സൈൻ പഠിച്ചാൽ കോസ് പഠിക്കണ്ട. കാരണം സൈനിന്റെ വാല്യൂസ് നേരെ തിരിച്ചങ്ങ് എഴുതി വെച്ചാൽ കോസ് ആണ്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ ഇതിന്റെ ഓർഡർ നോക്കിയാൽ മതി. 0, 1/2, 1/√2, √3/2, 1. അത് പഠിക്കാനുള്ള ഒരു മാർഗം പറയാം. പലർക്കും ഇതിനകത്ത് മിസ്റ്റേക്ക് വരും. അറിയോ സാറേ, ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് പഠിക്കാനുള്ള ഏക മാർഗം എത്രയേ ഉള്ളൂ. സൈൻ π/4ന്റെ കോസ് π/4ന്റെ വാല്യൂ 1/√2. ഇത് പഠിച്ചു. π/2ന്റെ വാല്യൂ 1. ഇത് 1/2, √3/2. ഇത് രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും തിരിഞ്ഞു പോകുന്ന ഒരു സാധനം. അപ്പൊ അത് തിരിയാതിരിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞുതരാം. ഈ 5 വാല്യൂ നമ്മുടെ മനസ്സിൽ വന്നു. 0 വേണം, 1/2 വേണം, 1/√2, √3/2, 1. 0, 1/2, 1/2 എന്ന് പറഞ്ഞാൽ 0.5, √3/2 സംതിങ് 0.7, 1/√2 0.7, √3/2 0.8. ദാറ്റ് ഈസ് 0 ൽ നിന്ന് 0.5, 0.7, 0.8, 1 കൂടുക. അതാണ് പഠിച്ചത്. കോസിന്റെ നേരെ തിരിഞ്ഞ് ഇവിടെ 1, ഇവിടെ √3/2, ഇവിടെ 1/√2, ഇവിടെ 1/2, ഇവിടെ 0. അപ്പൊ സൈൻ പഠിച്ചു കഴിഞ്ഞാൽ കോസ് പഠിക്കണ്ട, ടാൻ പഠിക്കണ്ട. ഇതിനെ ഇതുകൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. സൈനിനെ കോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എന്താ വരും? 0. 1/2നെ √3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2ഉം 2ഉം കട്ടായിട്ട് ആൻസർ 1/√3. 1/√2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 1. അടുത്തത് √3. അടുത്ത ആൻസർ പലരും 0 എഴുതി വെക്കാറുണ്ട്. 0 അല്ല, നോട്ട് ഡിഫൈൻ. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ഇല്ല എന്നാണ്. നോട്ട് ഡിഫൈൻ. ഈ കോളങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്കായി. അപ്പം +2ലെ 60 മാർക്സിനകത്ത് 1 മാർക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ 1 മാർക്ക് കിട്ടുന്നത് പ്രിൻസിപ്പൽ വാല്യൂ. ഈ 6 ഇക്വേഷനും ഈ കോളവും മാത്രം അറിഞ്ഞാൽ മതി. വേറെ ഒന്നും അറിയുന്ന കാര്യം. വേറെ ട്രിഗണോമെട്രിയുടെ വലിയ വലിയ ഇക്വേഷൻസ് ഒന്നും ഇല്ല. ഈ 6 ഇക്വേഷൻ. അപ്പൊ ഒന്നുകൂടെ പറയാം. സൈന്, കൊസീക്ക്, ടാൻ. ആംഗിൾ നെഗറ്റീവ് വന്നാൽ ആൻസറും നെഗറ്റീവ് ആയിരിക്കും. കോസ്, സീക്ക്, കോട്ട്. ആംഗിൾ നെഗറ്റീവ് വന്നാൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് π- എടുക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ π എന്ന് പറഞ്ഞാൽ 180 ആണ്. 180 - 60 അല്ലെങ്കിൽ 180 - 30, 180 - 45. ഇതെല്ലാം ആൻസറുകൾ എന്തേ വരാറുണ്ട്? പോസിറ്റീവ് വരാം. സൈന്, കോസ്, ടാൻ ഇതിന്റെ എല്ലാ വാല്യൂസും വരും. ഇനി 6 ഇക്വേഷൻസ് കൂടെ ഉണ്ട്. അത് നമ്മൾ എഴുതത്തില്ല. കാരണം സൈനിന്റെ റെസിപ്രോക്കൽ തിരിച്ചങ്ങിടുക കൊസീക്ക്. ഇതിനെല്ലാം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്തായി? കൊസീക്കിന്റെ വാല്യൂ ആയി. കോസ്, സീക്കിന്റെ വാല്യൂ എഴുതണമെങ്കിൽ കോസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. പിന്നെ ടാൻ എഴുതണമെങ്കിൽ, കോട്ട് എഴുതണമെങ്കിൽ ടാന്റെ റെസിപ്രോക്കൽ. അപ്പൊ അത് ആരും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ സൈൻ
പിന്നെ ആൻസറും പറഞ്ഞു. ഇനി നമുക്ക് പ്രോബ്ലം സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം പ്രിൻസിപ്പൽ വാല്യൂന്റെ ഫസ്റ്റ് പ്രോബ്ലം ദാറ്റ് ഈസ് 2000 ഒരു 12 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ, PV എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ പ്രിൻസിപ്പൽ വാല്യൂന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റിലെ നിങ്ങൾ ആംഗിൾ നോക്കണം. ആംഗിൾ ഇവിടെ ഏതാണെന്ന് നോക്കണം. ഫസ്റ്റ് നോക്കേണ്ടത് ആംഗിൾ ആണ്. ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് കഴിഞ്ഞ് ആ ബ്രാക്കറ്റിനകത്ത് എന്ത് കിടക്കുന്നോ അതാണ് ഇവിടുത്തെ ആംഗിൾ. ഈ ആംഗിൾ 1/2 ആണ്. ഈ 1/2 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. ദാറ്റ് ഈസ് ആംഗിൾ പോസിറ്റീവ്. ഈ കോളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ. ഈ കോളത്തിനകത്ത് എവിടെയെങ്കിലും നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടോ നോക്കണം. എന്നും നെഗറ്റീവ് വാല്യൂസ് ഇല്ല, എല്ലാം പോസിറ്റീവ് വാല്യൂസ്. അപ്പോൾ ഫസ്റ്റ് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആംഗിൾ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ആംഗിൾ ചെക്ക് ചെയ്യുക. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോക്സ് നോക്കണം. ആംഗിൾ പോസിറ്റീവ് ആയ ബോക്സിലോട്ട് നോക്കുക, ആൻസർ എടുക്കുക. ഫസ്റ്റ് ആംഗിൾ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ 1/2. ഈ 1/2 ഈ കിടക്കുന്ന കോളത്തിനകത്ത് എവിടെയാണ് 1/2 വരുന്നത് നോക്കിയാൽ മതി. സൈനിന്റെ ഏത് വാല്യൂ ആണ് 1/2 വന്നത് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് സൈനിന്റെ 1/2 വന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ π/6 ആണ്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ π/6. That is sin inverse 1/2 is equal to answer π/6. ഇനി ഈ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. നമ്മുടെ ആൻസർ എഴുതിയാൽ നമുക്ക് തന്നെ ആൻസർ ശരിയാണോ ചെക്ക് ചെയ്യാം. അതിനുള്ള മെത്തേഡാണ്. സൈൻ ഇൻവേഴ്സിന്റെ ആംഗിൾ പോസിറ്റീവ് ആണ്, ആൻസർ ഫുള്ള് പോസിറ്റീവ്. ഏത് ഫംഗ്ഷന്റെയും ഏത് ഇൻവേഴ്സ് ഫംഗ്ഷന്റെയും ആംഗിൾ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1/2 ആംഗിൾ പോസിറ്റീവ്, 1/2 പോസിറ്റീവ് ആണ്, നോക്കിയേ വേണ്ട. എന്തായാലും ആൻസർ പോസിറ്റീവ് തന്നെ. ഈ കിട്ടിയ ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്തത് π/6. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് നോക്കണം. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച്, സൈൻ ഇൻവേഴ്സ് x ന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ -π/2 to π/2 എന്ന് പറഞ്ഞാൽ -90 to 90. ദാറ്റ് ഈസ് -90 യുടെയും +90 യുടെയും ഇടയ്ക്കാണ് π/6. π/6 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര ഡിഗ്രിയാണ് വരുന്നത്, 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. അപ്പോൾ ആൻസർ ശരിയാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആംഗിൾ. ആംഗിൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം പോസിറ്റീവ് ആയാൽ, അതാണ് ഇമ്പോർട്ടന്റ്, പോസിറ്റീവ് ആയാൽ നേരെ നമ്മുടെ ട്രിഗണോമെട്രിയുടെ വാല്യൂസിലോട്ട് നോക്കുക. ആ വാല്യൂസിനകത്ത് 1/2 എവിടെ വരുന്നു നോക്കുക. ദാറ്റ് ഈസ് π/6 വരുന്നത്. π/6 അതിനുശേഷം ഈ π/6 ഇതിന്റെ ഇടയ്ക്കാണോ റേഞ്ച് നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ആൻസർ ശരിയാണോ തെറ്റാണോ റേഞ്ച് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പല സ്റ്റുഡൻസും റേഞ്ച് നോക്കാറില്ല, ചുമ്മാ എഴുതി വെച്ചിട്ട് പോലും. അങ്ങനെ എഴുതി വെക്കും. നമ്മൾ റേഞ്ച് നോക്കണം. നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ചാണ്. റേഞ്ച് ഇതിന്റെ ഇടയ്ക്ക് തന്നെയാണോ, കറക്റ്റ് കിട്ടിയ വാല്യൂ ഇതിന്റെ ഇടയ്ക്ക് തന്നെയാണോ നോക്കുക. അപ്പൊ ഇടയ്ക്ക് തന്നെയാണ്. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇനി സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോകും. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ പോസിറ്റീവിന്റെ ഒരു വാല്യൂ തന്നെയാണ് എഴുതുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി. sec inverse 2/√3. ഫസ്റ്റ് എന്ത് നോക്കും, ആംഗിൾ. ആംഗിൾ ഇവിടെ 2/√3 ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ കോളത്തിലാണ് സീക്കിന്റെ വാല്യൂ 2/√3 വരുന്നത് എവിടെയാണ്. സീക്ക് നമ്മുടെ കോളത്തിലില്ല, നമ്മുടെ കയ്യിൽ സൈനും കോസും ആരോഗ്യം. അപ്പൊ നമ്മൾ സീക്കിന്റെ കോസ് എന്ന് പറയുന്ന കോളം നോക്കുക. അതിന്റെ കോസിനകത്ത് ഈ കിടക്കുന്ന ആംഗിളിന്റെ റെസിപ്രോക്കൽ എന്താണ് 2/√3യുടെ റെസിപ്രോക്കൽ √3/2 നോക്കുക. ആ √3/2 എന്ന് പറയുന്നത് കോസിന്റെ കോളത്തെ √3/2, ആൻസർ π/6. ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ. അപ്പം ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലത്തിന്റെയും ആംഗിൾ പോസിറ്റീവ് ആണ്. ഇനി നെഗറ്റീവ് വരുമ്പോഴാണ് നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യുന്നത്. നെഗറ്റീവ് എവിടെ വരുന്നോ ഇതൂടെ നോക്കി കോളം കൂടെ നോക്കുക. അപ്പം നെഗറ്റീവ് വരുന്ന പ്രോബ്ലം മാത്രമായിരിക്കും എക്സാമിൽ കൂടുതൽ വരുന്നത്, പോസിറ്റീവ് ആയിരിക്കത്തില്ല. നെഗറ്റീവ് ആയിരിക്കും. എല്ലാ വർഷവും നെഗറ്റീവ് തന്നെ വരാറുള്ളൂ, പോസിറ്റീവ് ചില വർഷങ്ങളിൽ മാത്രമേ വരാറുള്ളൂ. അപ്പൊ നെഗറ്റീവിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ രണ്ട്
രണ്ട് ബോക്സിനകത്താണ് പ്രോബ്ലം ചെയ്തത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സൈൻ ഇൻവേഴ്സ് -1/√3 √2. ഫസ്റ്റ് ആംഗിൾ നോക്കി, ആംഗിൾ ഇവിടെ നെഗറ്റീവ് ആയ ഫസ്റ്റ് ആംഗിൾ നെഗറ്റീവ് ആയ ഇതിനകത്തോട്ട് ഒന്ന് നോക്കണം. സൈൻ ഇൻവേഴ്സ് -x, ആൻസർ -sin ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -sin ഇൻവേഴ്സ് 1/√2. ഇപ്പോൾ ആംഗിൾ പോസിറ്റീവ് ആയി. സൈൻ ഇൻവേഴ്സ് -x ഇക്വേഷൻ ഉപയോഗിച്ചത് ഇതാണ്. ഇക്വേഷൻസ് നമ്മൾ എപ്പോഴും ബോക്സിനകത്ത്, നമ്മൾ എക്സാം എഴുതുമ്പോൾ ഇക്വേഷൻസ് എല്ലാം ബോക്സിനകത്ത് സൈഡിൽ കാണിക്കും. അപ്പൊ സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ -sin ഇൻവേഴ്സ് x ആണ്. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് -1/√2 sin ഇൻവേഴ്സ് 1/√2. ഇപ്പോൾ ആംഗിൾ പോസിറ്റീവ് ആയി. ഈ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നേരെ ബോക്സിനകത്തോട്ട് നോക്കിയാൽ 1/√2 എവിടെ വരുന്നു എന്ന് മാത്രം ചെക്ക് ചെയ്യണം. ആൻസർ -π/4. ഫസ്റ്റ് നമ്മൾ ഹിന്റ് എഴുതിയതാണ്. ആംഗിൾ നെഗറ്റീവ്, ആൻസറും നെഗറ്റീവ്. ആൻസറും നെഗറ്റീവ്. ഇനി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് എവിടെ മുതൽ എന്ന് ചോദിച്ചാൽ -π/2 to π/2 അല്ല എങ്കിൽ -90 to 90. ആ -90 to 90 ഇടയ്ക്കാണ് -45. -π/4 ആൻസർ 45. ആ 45 ഇടയ്ക്കാണ്. അപ്പോൾ ആൻസർ ശരിയാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് -1/√2 ചെയ്ത് മനസ്സിലാക്കണം. ഇതുപോലെ തന്നെ കൊസീക്ക് ഇൻവേഴ്സ് -2/√3. ഫസ്റ്റ് ആംഗിൾ നോക്കുക, ആംഗിൾ ഇവിടെ നെഗറ്റീവ്. കൊസീക്ക് ഇൻവേഴ്സ് -x കൊസീക്ക് ഇൻവേഴ്സ് x ആണ്. അപ്പൊ നമ്മുടെ സൈഡിലോട്ട് ഇക്വേഷൻ കൊസീക്ക് ഇൻവേഴ്സ് -x കൊസീക്ക് ഇൻവേഴ്സ് x. ആൻസർ ആദ്യം എഴുതി വെച്ചു. അതിനുശേഷം ഈ മൈനസ് ഇത് പുറത്തോട്ട് വരും. ആ മൈനസ് പുറത്തോട്ട് വരുമ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് 2/√3. ഇപ്പോൾ ആംഗിൾ പോസിറ്റീവ്. നമ്മുടെ കോളത്തിലോട്ട് പോവുക. കൊസീക്ക് നമ്മുടെ കയ്യിലില്ല, വാല്യൂ ഇല്ല. പകരം സൈൻ നോക്കുക. സൈനിന്റെ കോളത്തിൽ നേരെ റെസിപ്രോക്കൽ √3/2 എവിടെയാണ്? ദാറ്റ് ഈസ് ആൻസർ -π/3. റേഞ്ച് നോക്കേണ്ട കാര്യമില്ല, അതിനകത്ത് തന്നെ കിടക്കുന്നത്. ജസ്റ്റ് നമ്മൾ റേഞ്ച് നേരത്തെ പറഞ്ഞതാണ്, കൊസീക്കിന്റെ റേഞ്ച് എന്ന് പറഞ്ഞതാണ്. ആ റേഞ്ചിനകത്ത് തന്നെയാണ് ഇത് കിടക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം ചെയ്തതിനകത്ത് സംശയം വരാനൊന്നുമില്ല. ഫസ്റ്റ് ആംഗിൾ നോക്കുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പോസിറ്റീവ് ആയാൽ ഒന്നും നോക്കരുത്, നേരെ ബോക്സ്. പോസിറ്റീവ് ആയാൽ ബോക്സ്, നെഗറ്റീവ് വന്നാൽ ഈ 6 ഇക്വേഷനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. ആ ഇക്വേഷനോടെ നോക്കിയിട്ട് കോളം കൂടെ നോക്കുക. ഒന്നുകൂടെ പറയാം, ആംഗിൾ പോസിറ്റീവ് ആയാൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആംഗിൾ നെഗറ്റീവ് വന്നാൽ 3 സാധനങ്ങളുടെ ആൻസർ എപ്പോഴും നെഗറ്റീവ്. ദാറ്റ് ഈസ് സൈൻ, കൊസീക്, ടാൻ. ആംഗിൾ നെഗറ്റീവ് ആയാൽ ആൻസർ നെഗറ്റീവ്. കോസ്, സീക്, കോട്ട്. ആംഗിൾ നെഗറ്റീവ് ആയാൽ ആൻസർ പോസിറ്റീവ്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തതിനകത്ത് ഡൗട്ട് കാണത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് ചേഞ്ച് ആവുക നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ഏകദേശം അവസാനിക്കാറാവും. ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ളത് ഏകദേശം +2 80 സെക്ഷൻസ് വരെ. 80 സെക്ഷൻസ്. ഈ 80 സെക്ഷൻസിനകത്താണ് നമുക്കിനി 60 മാർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ സെക്ഷൻ ഇതിനകത്ത് എടുത്ത് കളയും എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാ സെക്ഷനും പഠിച്ചേ പറ്റും. അപ്പൊ ഈ പാഠത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 4 സെക്ഷൻ ഉണ്ട്, 2 ക്വസ്റ്റ്യൻ വരികയും ചെയ്യും. എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് പഠിക്കുമ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടും. ഇപ്പൊ ഈ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഞാൻ നിങ്ങളെ ആരെ പേടിപ്പിക്കാൻ പറയാം. ഇപ്പൊ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ വരുമ്പോൾ ഇന്റഗ്രേഷൻ ആക്കുക പറഞ്ഞാൽ 15 സെക്ഷൻ ഉണ്ട്. പുസ്തകത്തിൽ 12 ഉണ്ട്, നമ്മളത് 15 സെക്ഷൻ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ 15 സെക്ഷൻ ചിലപ്പോൾ ഒരു ക്ലാസ് ഒരു സെക്ഷൻ പോലും തീരത്തില്ല. അത്രയ്ക്ക് കട്ടിയാണ് ഇന്റഗ്രേഷൻ. അപ്പൊ 15 സെക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് സെക്ഷൻ ആകെപ്പാടി കിട്ടുന്ന 3 ക്വസ്റ്റ്യൻ. ഒന്നാലോചിച്ച് 3 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്നു. അപ്പൊ ഈ പാഠത്തിന്റെ പ്രത്യേകത എന്തുവാ? 4 സെക്ഷൻ 2 ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യൻ ഇരിക്കുന്നു, അതിനകത്ത് 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടും. മറ്റേത് 15 ക്വസ്റ്റ്യനിൽ നിന്നും ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി ഇതിന്റെ കണ്ടിന്യൂഷൻ ചാപ്റ്ററാണ്. ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇതിന്റെ കണ്ടിന്യൂഷൻ. അതിനുശേഷം ഇവിടെ തൊട്ട് പ്രോബ്ലംസ് ഇച്ചിരി ഇമ്പോർട്ടൻസ് ആണ്. കൊസീക് ഇൻവേഴ്സ് -1/2. സോറി, കോസ് ഇൻവേഴ്സ് -1/2. കോസ് ഇൻവേഴ്സ് -1/2 എന്ന് പറയുന്നത് ആംഗിൾ നോക്കും. ഫസ്റ്റ് നമ്മൾ ആംഗിൾ പ്രിൻസിപ്പൽ വാല്യൂവിന്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് ആംഗിൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് ചെക്ക് ചെയ്യണം.
ഇവിടെ ആംഗിൾ നെഗറ്റീവ്. ആംഗിൾ നെഗറ്റീവ് വന്നാൽ cos inverse minus x ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? cos inverse minus x is equal to answer pi minus cos inverse x ആണ്. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യണ്ട cos inverse minus x cos inverse minus 1/2 answer pi minus cos inverse 1/2 is equal to pi minus ആംഗിൾ പോസിറ്റീവ് ആയി കോസിന്റെ ഏത് വാല്യൂ ആണ് 1/2 വരുന്നത് നമ്മുടെ ബോക്സിനകത്ത് നോക്കുക. cos 1/2 നേരെ pi/3 ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എൽസിഎം എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നല്ലത്. ദാറ്റ് ഈസ് 3pi minus pi whole divided by 3. ആൻസർ 2pi/3. നമുക്ക് തന്നെ ചെക്ക് ചെയ്യണം ആൻസർ ശരിയാണ്. സിമ്പിൾ. cos ഇൻവേഴ്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to pi ആണ്. എന്ന് പറഞ്ഞാൽ 0 to 180 ഡിഗ്രി ആണ്. 0 to എത്രയാണ്? 180. 0യുടെ 180യുടെ ഇടയ്ക്കാണ് 2pi/3 നോക്കണം. പൈ നമുക്ക് എല്ലാവർക്കും അറിയാം 180. 2pi എന്നത് വരും 360. 360 divided by 3 that is 120. 120 ഡിഗ്രി ആണ് കിട്ടിയത്. ഈ 120 എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. ആൻസർ ശരിയാണ്. പിന്നെ നമ്മൾ ഈ എക്സാമിന് എഴുതുമ്പോൾ ഇപ്പോൾ ഈ എക്സാം എഴുതുന്നത് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ തെറ്റ് ഒരിക്കലും നിങ്ങൾ ഈക്വൽ ടു ഇടുമ്പോൾ രണ്ട് വര അവിടെ മസ്റ്റായിട്ട് കാണണം. ഇൻ കേസ് ഒരു വര കാണാൻ ഒന്ന് മാറി പോയി കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു നല്ല വായിക്കുന്നത് നെഗറ്റീവ് എന്ന് പറയും. അപ്പൊ ലാസ്റ്റ് ആൻസർ എഴുതുമ്പോൾ ഈക്വൽ ടു നല്ല വ്യക്തമായിട്ട് അവിടെ കാണണം. അപ്പൊ ആൻസർ 2/3. അപ്പൊ ഇത് പ്രിൻസിപ്പൽ വാല്യൂ. യഥാർത്ഥത്തിൽ ഇനി വേണമെങ്കിൽ 2.1 എക്സസൈസിലെ ഫുള്ള് പ്രോബ്ലംസ് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം. ഇത്രയും സാധനം മാത്രം പഠിച്ചു. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആംഗിൾ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും നോക്കരുത്, നേരെ ബോക്സ്. ഇൻ കേസ് ആംഗിൾ നെഗറ്റീവ് വന്നാൽ ഈ ഇക്വേഷൻസ് കൂടെ നോക്കിയിട്ട് കോളം നോക്കുക. ഫസ്റ്റ് cos inverse -1/2. cos inverse -1/2 എന്ന് പറയുമ്പോൾ ആംഗിൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ചെക്ക് ചെയ്തു. ഇവിടെ നമ്മുടെ ആംഗിൾ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് cos inverse -6 pi minus cos inverse 6 ആണ്. ആ ഇക്വേഷനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആംഗിൾ പോസിറ്റീവ്. ആ പോസിറ്റീവ് വാല്യൂ കോളത്തിൽ നോക്കി സിംപ്ലിഫൈ ചെയ്തു 2pi/3. ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്ത മാർക്കുകൊണ്ട് അവസാനം റേഞ്ച് നോക്കിയിട്ട് നമ്മൾ ഇസിക്കൽ ടു ഇട്ട് വെക്കാവും എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാവും. ഇസിക്കൽ ടു നോക്കണം. യെസ്, ഇത് ഇത്രയാണ് പ്രിൻസിപ്പൽ വാല്യൂ തുടക്കം. ഇനി ഇതിനകത്ത് കുറച്ച് ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ അയ്യോ ഭയങ്കര കട്ടിയാണ്, പാടാണ്, അല്ലെങ്കിൽ അതാണ്. അത് അങ്ങനെയൊന്നുമില്ല. ഇൻഡയറക്റ്റ് പ്രോബ്ലംസ് നമ്മൾ ചെറുതായിട്ട് ഒന്ന് നോക്കണം. ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് നോക്കുക, ആംഗിൾ ഒക്കെ നോക്കിയാൽ ചെയ്താൽ മതി. ഇതിനകത്ത് അല്ലാതെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇനി ഒരു ഇൻഡയറക്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഡയറക്റ്റ് പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ഇത് 3 ടൈം വന്നിട്ടുണ്ട്. 3 ടൈം വന്നിട്ടുള്ളതുണ്ട്. tan ഇൻവേഴ്സ് 1 ആംഗിൾ പോസിറ്റീവ് 1 നേരെ ബോക്സ്. ടാനിന്റെ ഏത് വാല്യൂ ആണ് 1 വരുന്നത് നോക്കുക. ടാൻ എന്ന് പറയുന്ന കോളത്തിൽ 1 വരുന്നത് pi/4. ദാറ്റ് ഈസ് ആൻസർ pi/4 പ്ലസ് നെക്സ്റ്റ് sin ഇൻവേഴ്സ് -1/2. സൈനിന്റെ ആംഗിൾ മൈനസ് വന്നാൽ എഴുതി വെച്ചിട്ടുണ്ട് മൈനസ് sin ഇൻവേഴ്സ് മൈനസ് sin ഇൻവേഴ്സ് 1/2. എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ എഴുതി പോകണം. ഒരു സ്റ്റെപ്പ് കുറയ്ക്കണം. അത് 1 മാർക്കായാലും അല്ല 2 മാർക്ക് 3 എത്ര മാർക്കായാലും എഴുതാവുന്ന സ്റ്റെപ്പുകൾ മാക്സിമം എഴുതുക. cos ഇൻവേഴ്സ് -√3/2 cos ഇൻവേഴ്സ് -6 pi minus cos ഇൻവേഴ്സ് 6. that is answer എന്ന് പറയുമ്പോൾ pi minus cos ഇൻവേഴ്സ് √3/2. ഇനി നമ്മൾ ആംഗിളുകൾ നോക്കി ഫുള്ള് പോസിറ്റീവ് ആയി നേരെ ബോക്സ് നോക്കിയാൽ pi/4 പ്ലസ് മൈനസ് മൈനസ് sin ഇൻവേഴ്സ് 1/2 സൈനിന്റെ കോളത്തിൽ 1/2 pi/6 പ്ലസ് എഴുതി പൈ എഴുതി മൈനസ് ഇട്ടു കോസിന്റെ കോളത്തിൽ √3/2 pi/6 pi/4 മൈനസ് pi/6 pi minus pi/6 ആൻസർ എന്ന് പറഞ്ഞാൽ 5pi/6. ഇത് സിംപ്ലിഫിക്കേഷൻ. ഈ സിംപ്ലിഫിക്കേഷൻ പലരും പല മെത്തേഡ് ചെയ്യാറുണ്ട്. എൽസിഎം എടുത്ത് ചെയ്യുന്നവരുണ്ട്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നവരുണ്ട്,
അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു സാധനം കോമൺ എടുക്കാറുണ്ട്. പൈ ബൈ 2 എല്ലാം മുകളിൽ ന്യൂമറേറ്റർ എല്ലാം പൈ ആണ്. പൈ ഉണ്ട്. ഡിനോമിനേറ്റർ വേണമെങ്കിൽ നമുക്ക് 2 കോമൺ എടുക്കാം. ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യാൻ പോകുന്ന ഇത്രയും പൈ ബൈ 4. ഈ രണ്ട് സാധനം ഡിനോമിനേറ്റർ സെയിം ഒറ്റ ഡിനോമിനേറ്ററിൽ എഴുതുക. ഒറ്റ ഡിനോമിനേറ്ററിൽ മൈനസ് പൈ പ്ലസ് 5 പൈ. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 4 പൈ. ഇനി പൈ കോമൺ എടുക്കാം. അല്ലെങ്കിൽ ക്രോസ്, നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റുകാർ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് LCM എടുത്തായിരിക്കും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോളൂ. ഒരു സ്റ്റെപ്പ് കൂടെ അധികം വരുന്നേ ഉള്ളൂ. 6 പൈ പ്ലസ് 16 പൈ ഡിവൈഡഡ് ബൈ 24. ആൻസർ 6 പൈ 16 പൈ. ആൻസർ 22 പൈ. 22 പൈ ഡിവൈഡഡ് ബൈ 24. കട്ട് ചെയ്ത് നമുക്ക് എന്തെന്ന് എഴുതാം? 11 പൈ ബൈ 12. ഇതാണ് ലാസ്റ്റ് ആൻസർ. അപ്പോൾ സൈൻ ഞാൻ ഒന്നുകൂടെ പറയാം. tan inverse 1 ആംഗിൾ പോസിറ്റീവ് ബോക്സ് നോക്കി പൈ ബൈ 4 പ്ലസ് sin inverse minus 1 by 2. sin inverseന്റെ ആംഗിൾ നെഗറ്റീവ് വന്നതുകൊണ്ട് മൈനസ് sin inverse x മൈനസ് sin inverse 1 by 2 അത് എഴുതി പ്ലസ് എഴുതി. cos inverse minus √3 by 2. കോസിന്റെ ആംഗിൾ നെഗറ്റീവ്, അതിനെ നമുക്ക് പൈ മൈനസ് cos inverse √3 by 2 എഴുതി. അതിനുശേഷമുള്ള സിംപ്ലിഫിക്കേഷൻ ഞാൻ ചെയ്തത് ചെയ്യണമെന്നില്ല. ഞാൻ ചെയ്തത് കുറെ സ്റ്റെപ്പുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ LCM, ഈ സ്റ്റെപ്പിൽ LCM എടുത്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അത് ഓരോരുത്തരും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടണം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള സ്റ്റുഡൻസിന് വരെ ഇത് മനസ്സിലായി പോകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതിയത്. ഇപ്പൊ ആരെങ്കിലും നോക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും സ്റ്റെപ്പ് എന്തിനാ എഴുതിയെന്ന് ചോദിക്കും. ഇതിനകത്ത് ഒരിക്കലും നമുക്ക് തെറ്റ് വരുന്നത്. എല്ലാ സ്റ്റെപ്പുകളും എഴുതിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്ത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റിലേറ്റഡ് ആയിട്ടുള്ള അതിനകത്ത് tan inverse 1 ഉണ്ട്, sin inverse -1 ഉണ്ട്. പക്ഷെ cos inverse വേറെ ഏതോ ഒരു വാല്യൂ ആണ്. അത് നമുക്ക് ടെസ്റ്റിനകത്ത് തന്നെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂന്റെ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെക്ഷൻ തീരുകയാണ്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇച്ചിരി കട്ട് പ്രോബ്ലം, സംഭവമൊന്നുമില്ല. tan inverse 2 cos 2 sin inverse 1. ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത, ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 99% സ്റ്റുഡൻസിന് ഇതിന്റെ ആംഗിൾ അറിയാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ 1/2. പലരുടെ മനസ്സിൽ ആംഗിൾ 1/2, പക്ഷെ 1/2 അല്ല ആംഗിൾ. അവിടെ തെറ്റി. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനോ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷനോ ഒരു ലോഗ് ഫംഗ്ഷനോ വരികയാണെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിനകത്ത് എന്ത് കിടക്കുന്നു അത് മൊത്തം അതിന്റെ ആംഗിൾ ആണ്. ഇപ്പൊ sin x ആംഗിൾ x, sin t ആംഗിൾ t, sin 2x ആംഗിൾ മാറി 2x, sin 3x ആംഗിൾ 3x, sin a plus b ആംഗിൾ a plus b, അല്ലെങ്കിൽ sin inverse 2x ആംഗിൾ 2x. അപ്പൊ ഇതിനകത്ത് ആംഗിൾ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് നോക്കിയാൽ മതി. നമ്മൾ tan inverse 2 cos 2 sin inverse 1/2 എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ പോർഷൻ അതിന്റെ ആംഗിൾ ആണ്. അവിടെ എങ്ങനെ നെഗറ്റീവ് ഇല്ല, നിങ്ങൾ നോക്കിയേ ഇവിടെ എങ്ങനെ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒന്നും നോക്കട്ടെ. ഇത് ചെയ്യുന്നത് അങ്ങ് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തുടങ്ങണം. ഫസ്റ്റ് sin inverse 1/2 അത് സൈഡിലോട്ട്, നമ്മുടെ ബുക്കിന്റെ സൈഡിലോട്ട് sin inverse 1/2 എന്താണെന്ന് കണ്ടുപിടിക്കണം. sin inverse 1/2 എന്ന് പറഞ്ഞാൽ ആംഗിൾ പോസിറ്റീവ്. കോളത്തിൽ നോക്കുക 1/2 എന്നത് π/6. അപ്പൊ ആൻസർ π/6 എന്ന് എഴുതി. അപ്പൊ sin inverse 1/2 ആൻസർ π/6 ആണ്. അത് നമ്മുടെ ക്വസ്റ്റ്യനകത്തോടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് tan inverse 2 cos 2 into π/6. സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇതും ഇതൂടെ കട്ടായി അവിടെ 3. ദാറ്റ് ഈസ് tan inverse 2 cos π/3. ആൻസർ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇനി ഒരു അടുത്ത സ്റ്റെപ്പ് cos π/3. അത് നമ്മൾ നോക്കണം. cos π/3 ഇതോ നോക്കിയേ. cos π/3 എത്രയാണ്? 1/2. അത് സൈഡിലോട്ട് എഴുതി. cos π/3 എന്ന് പറഞ്ഞാൽ ആൻസർ 1/2 ആണ്. അതെടുത്ത് അവിടെ കൊടുത്തു. ദാറ്റ് ഈസ് tan inverse 2 into 1/2. 2 ഉം 2 ഉം കട്ടായി. ആൻസർ
tan inverse 1. tan inverse 1 നേരെ ടാനിന്റെ കോളത്തിൽ ആൻസർ π/4. വലിയൊരു ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ആൻസർ. ഓക്കേ, ഫസ്റ്റ് ഞാൻ ഇവിടെ പറയാം. tan inverse 2 cos 2 sin inverse 1/2 ആംഗിൾ ഫുൾ പോർഷൻ. അങ്ങ് അവസാനത്തിൽ ഇങ്ങോട്ട് വന്നു, ലാസ്റ്റ് ടൈമിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോൾ sin inverse 1/2 ആദ്യം സോൾവ് ചെയ്യും. അത് സൈഡിലോട്ട് എഴുതി π/6. ആ π/6 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ cos π/3. ഈ cos π/3 യുടെ വാല്യൂ നമുക്ക് അറിയാം. ആൻസർ 1/2 2 കട്ടായി. tan inverse 1 ആൻസർ. അപ്പോൾ ഇതാണ് ഒരു ഇച്ചിരി നല്ല ക്വസ്റ്റ്യൻ, ചോദിക്കാനൊക്കെ സാധ്യതയുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലത്തെ ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ കഴിയാൻ നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ഏകദേശം അവസാനിച്ചു. അന്ന് കുറച്ച് കൊച്ചു എക്സാമ്പിൾസ്, ചെറിയ എക്സാമ്പിൾസ് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എഴുതി. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻസർ ഒക്കെ കറക്റ്റ് ആണോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു 1 മാർക്കിന്റെ തന്നെ പ്രിൻസിപ്പൽ വാല്യൂ ഒരു ഇച്ചിരി കൂടെ ഒരു ഫസ്റ്റ് ഇയറിലെ ട്രിഗണോമെട്രിയുടെ ഒരു ചെറിയ ഇക്വേഷൻ അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂവായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ടെക്സ്റ്റിലെ പ്രോബ്ലം തന്നെയാണ്. മിസ്സലേനിയസ് എക്സർസൈസിനകത്ത് പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മളൊരു സെക്ഷൻ പഠിക്കുമ്പോൾ എല്ലാം പഠിച്ചു. മിസ്സലേനിയസ് പഠിക്കും, അതിനകത്ത് എവിടെയൊക്കെ പ്രിൻസിപ്പൽ വാല്യൂ വന്നിട്ടുണ്ടോ അത് മൊത്തം ക്വസ്റ്റ്യൻ കവർ ചെയ്യും. ദാറ്റ് ഈസ് sin π/3 മൈനസ് sin inverse 1/2 ആംഗിൾ π/3 മുതൽ അങ്ങോട്ട് ആംഗിൾ ആണ്. അപ്പോൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലം തന്നെ അവസാനത്തിന് ഇങ്ങോട്ട്. അവസാനം എന്ന് പറയുമ്പോൾ sin inverse മൈനസ് 1/2 ആണ്. sin inverse മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ മൈനസ് sin inverse 1/2. ആൻസർ മൈനസ് sin ന്റെ കോണത്തിൽ 1/2 π/6. ഇവിടെ നമ്മൾ π/6 എന്ന്. അപ്പോൾ ആൻസർ മൈനസ് π/6. ഈ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. sin π/3 മൈനസ് ക്വസ്റ്റ്യന്റെ മൈനസ് ദാ sin inverse 1/2 ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് കൂടെ ഇവിടെ എഴുതി. ഇപ്പോൾ ആൻസർ sin π/3 plus π/6. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ LCM കോമൺ എടുക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ ചെയ്യുന്നു. sin 6π plus 3π divided by 18 sin 9π/18 കട്ടായി sin π/2 ആൻസർ 1. ഇതോടുകൂടി പ്രിൻസിപ്പൽ വാല്യൂന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2.1 എക്സർസൈസ്. ഈ 2.1 എക്സർസൈസിനകത്ത് നമുക്ക് ഉള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. cos inverse √3/2. 2 വർഷം പരീക്ഷയ്ക്ക് വെച്ചാണ്. ആംഗിൾ √3/2. ഓക്കേ, cos inverse √3/2 എന്ന് പറയുമ്പോൾ ആംഗിൾ പോസിറ്റീവ് ആണ്. ഒന്നും നോക്കണ്ട, കോസിന്റെ കോളത്തിൽ √3/2 നോക്കിയാൽ മതി. ആൻസർ π/6. അപ്പോൾ 2.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ π/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ sin inverse 1/√2. നോക്കണ്ട, ബോക്സ് നോക്കുക, 1/√2 എവിടെ വരുന്നെന്ന് നോക്കുക, അതനുസരിച്ച് ആൻസർ എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ sin inverse -1/2. sin inverse -1/2 എന്ന് പറയുമ്പോൾ ആംഗിൾ നെഗറ്റീവ്. sin inverse -1/2 ആംഗിൾ നെഗറ്റീവ് വന്നതുകൊണ്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. ആൻസർ നെഗറ്റീവ് വരും. അപ്പോൾ മൈനസ് sin inverse 1/2. അപ്പോൾ sin ന്റെ കോളത്തിൽ 1/2 വരുന്നത് π/6 ആണ്. തൊട്ട് മുമ്പ് ഒരു മൈനസ് ഉണ്ട്, -π/6. ഫോർത്ത് ക്വസ്റ്റ്യൻ tan inverse -√3. tan ന്റെ ആംഗിൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആൻസർ നെഗറ്റീവ് ആണ്. അപ്പോൾ മൈനസ് tan inverse √3. tan ന്റെ കോളത്തിൽ √3 വരുന്നത് എവിടെ നോക്കണം. ആൻസർ -π/3. യെസ്, നമ്മുടെ ഇതുവരെയുള്ള എക്സാമുകൾക്കെല്ലാം പ്രിൻസിപ്പൽ വാല്യൂവിൽ വന്നിട്ടുള്ളത് ഈ റേഞ്ചിനകത്തുള്ളത് തന്നെ, നോക്കേണ്ട കാര്യമില്ല. അടുത്തത് ഇനിയുള്ളത് cosec inverse -√2. അറിയാലോ, cosec ആണ്. നമ്മുടെ കൈ വാല്യൂ ഇല്ല, പകരം sin നോക്കിയാൽ മതി. സൈനിന്റെ കോളത്തിൽ √2 അല്ല നോക്കേണ്ടത്, 1/√2 നോക്കണം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ആംഗിൾ നെഗറ്റീവ് ആണ്. cosecന്റെ ആംഗിൾ നെഗറ്റീവ് വന്നുകൊണ്ട് മൈനസ് പുറത്തിടുക. പുറത്തിട്ട് cosec inverse √2 എന്ന് എഴുതി. cosec inverse √2 നമ്മുടെ ഇക്വേഷൻ ഇല്ല. ഇക്വേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ സൈനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. sin inverse 1/√2. sin inverse 1/√2 എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 2.1 എക്സർസൈസ്. 2.1 എക്സർസൈസിനകത്ത് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. 2.1-നകത്ത് ഒരു പ്രോബ്ലത്തിനകത്ത് പലർക്കും മിസ്റ്റേക്ക് വരും. ക്വസ്റ്റ്യൻ നമ്പർ 13, ദാറ്റ് ഈസ് sin inverse x = y. തന്നിട്ട് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻ കുറേ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ആ റേഞ്ചിനകത്ത് ഏത് റേഞ്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അത് ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, ഓപ്പൺ ഉണ്ട്. sin inverse ക്ലോസ്ഡ് ആണ്. അത് നമ്മൾ ആലോചിച്ചത് ക്ലോസ്ഡ് ഇന്റർവെൽ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 to π/2. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ tan inverse √3 -
സീക്ക് ഇൻവേഴ്സ് -2 ടാൻ ഇൻവേഴ്സ് √3 ആംഗിൾ പോസിറ്റീവ് ആൻസർ കണ്ടെത്തി. നമ്മൾ ചെയ്യും സീക്ക് ഇൻവേഴ്സ് -2 സീക്കിന്റെ പോളർ സ്റ്റിൽ -2 ഇല്ല. അപ്പൊ സീക്ക് ഇൻവേഴ്സ് -6 നമ്മൾ ആദ്യം നോക്കി പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് 2 സീക്ക് ഇല്ല പകരം കോസ് നോക്കുമ്പോൾ 2 അല്ല റെസിപ്രോക്കൽ 1/2 that is പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. കംപ്ലീറ്റ് സിംപ്ലിഫിക്കേഷൻ പറഞ്ഞില്ല, ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂന്റെ ഫസ്റ്റ് സെക്ഷൻ ഇതോടുകൂടി അവസാനിച്ചു. ബാക്കിയുള്ള ഹോംവർക്കുകൾ 2.1 എക്സസൈസ് ഫുള്ള് ചെയ്യണം. ഫുള്ള് പ്രോബ്ലംസും നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞ മെത്തേഡ് വെച്ചുകൊണ്ട് ചെയ്യണം.